സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബ പ്രവർത്തക സമിതിയിലെ അവിശ്വാസ പ്രമേയം ചോർന്നതിൽ നടപടി വേണമെന്ന് നാസർ ഫൈസി കൂടത്തായി. പാസാക്കാത്ത അവിശ്വാസ പ്രമേയമാണ് മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചത്. നടപടി ആവശ്യപ്പെട്ട് മുഷാവറയ്ക്ക് പരാതി നൽകുമെന്നും നാസർ ഫൈസി കൂടത്തായി 24-നോട് പറഞ്ഞു. അവിശ്വാസ പ്രമേയമാണോ എന്ന നിലക്ക് അത് ഒരു പ്രമേയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിൽ സാമാന്യമായ ഒരു പ്രാഥമിക മര്യാദയുണ്ട്. അവതരിപ്പിക്കുന്ന ആൾ സൈൻ ചെയ്യാന്നുള്ളത്. ഒരു ഒപ്പ് പോലും വെക്കാത്ത അവതാരകനോ അനുവാദകനോ ഒരു ഒപ്പ് പോലും വെക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവതരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനതൊരു പ്രമേയമായിട്ട് കാണുമ്പോഴും ഞാൻ അതിനെ അവഗണിക്കുന്നില്ല. പക്ഷേ അതവിടെ പാസ്സാക്കിയിട്ടില്ല. പാസ്സാക്കാത്തൊരു പ്രമേയം ഇനി പാസ്സാക്കിയ പ്രമേയമാണെങ്കിൽ പോലും മീഡിയകൾ കൊടുക്കുന്നത് ശരിയല്ല. അത് അച്ചടക്ക ലംഘനമാണ്. അത് നേതൃത്വം അതിനെ സംബന്ധിച്ചുകൊണ്ട് ആലോചിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആ വിഷയം ബന്ധപ്പെട്ട വേദിയിൽ ഞാൻ പറയും. തനിക്കെതിരായ പ്രമേയത്തെ തുടർന്ന് സമസ്ത ജമിയത്തുൽ ഖുത്തബ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇന്നലെ നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചിരുന്നു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് അവതരിപ്പിച്ച് പാസ്സാക്കാത്ത ഒരു പ്രമേയം അതെങ്ങനെ പുറത്തുപോയി എന്നുള്ളൊരു ചോദ്യം. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സങ്കീർണമാണ്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി സമസ്ത കേരള ജമിയത്തുൽ ഖുത്തബിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ആ രാജിവെക്കാനിടയായ സാഹചര്യം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള വലിയ വിമർശനമാണ്. അതിനൊപ്പം തന്നെയാണ് അവിടെ ഒരു അവിശ്വാസ പ്രമേയം വന്നത്. എന്നാൽ അതിനകത്ത് അനുവാദകന്റെയോ അവതരിപ്പിക്കുന്ന വ്യക്തിയുടെയോ ഒന്നും തന്നെ ഒപ്പ് ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ അപൂർണമായിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയമാണ് വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വിവാദമുണ്ടാവുകയും പിന്നീട് അതിനൊടുവിൽ അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും പ്രചരിച്ചിരിക്കുകയാണ്. ആ അവിശ്വാസ പ്രമേയം ഇങ്ങനെ ചോർന്നതുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടി വേണം എന്ന ആവശ്യമാണ് നാസർ ഫൈസി കൂടത്തായി മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഒരിക്കലും ഈ പ്രവർത്തക സമിതിക്ക് പുറത്തു പോകാൻ പാടുള്ളതല്ല. അതിൻ്റെ അധ്യക്ഷനും അതുപോലെ തന്നെ ആ അംഗങ്ങളും മാത്രമേ അത് അറിയാൻ പാടുള്ളൂ. ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമേ അതിൻ്റെ കോപ്പികളും ലഭ്യമാകുകയുള്ളൂ. പക്ഷേ അതിപ്പോൾ മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും പ്രചരിച്ചിരിക്കുന്നു. അത് ബോധപൂർവ്വം പ്രചരിപ്പിച്ചതാണ് എന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. അതിൻ്റെ അനുവാദകനായിട്ടുള്ള അബ്ദുൽ ഹമീദ് ദാരിമിയും അതുപോലെ തന്നെ അവതാരകനായിട്ടുള്ള നവാസ് ദാരിമിയും അവരറിയാതെ ഇത് പുറത്തു പോകില്ല. അവരുൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഷാവറക്ക് കത്ത് നൽകും എന്ന കാര്യം കൂടി നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരുകയാണ്. തുടർ നടപടികൾ ഉണ്ടാകും. അതാവശ്യപ്പെട്ടുകൊണ്ട് മുഷാവറയ്ക്ക് കത്ത് നൽകും എന്ന കാര്യമാണ് നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കുന്നത്. സ്മിത. ശരി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.